ഇതാ ആ ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ അവിടെയും ഇവിടെയും വന്നിട്ട് മരം മൊത്തം ഇതാണ്. ഈ മരം വന്ന് അടിച്ചാലും സംഭവം. കാര്യമില്ല, തെളിവിന് ഇന്നാള് മരിച്ചു. ഈ പൊക്കത്തില് 1, 2 നില ഫുള്ളല്ലേ? അതെ അതെ, ഇത് ഗ്രൗണ്ടാ. അപ്പൊ ഈ വെള്ളം ഒഴുകില്ലേ, സ്കൂളിലെ ഗ്രൗണ്ട്. ഇവിടെ വന്നതെല്ലാം അടിഞ്ഞോണ്ടാണ്. ഇവിടെ ഈ റോഡിൽ നിന്ന് നോക്കിയാൽ ഈ പ്രദേശം ഫുള്ള് കൊണ്ടുപോയി. വന്ന വീതി ഇവിടുന്ന് കാണാം ഒരു ചെറിയ പൊട്ടുപോലെ. അവിടെ നിന്നാണ് പൊട്ടിയത്. ഈ അതേമാതിരി ഐറ്റിലെ സ്ഥലത്ത് ഇവിടെ വീടുകൾ തോട് താന്നിട്ട്. അപ്പൊ തോട് ലെവലായില്ലേ? ആളുകളെക്കാളും പൊക്കാണ് ആ പാറയ്ക്ക്. വരും നോക്ക്. അതെ, അതാ കണ്ടാല് ഈ പാറകൾ ഇതിലെ വരെ ഈ പുഴ പോലും അല്ലാത്ത സ്ഥലത്ത് കൂടി ഈ സാധനം വന്നതെന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പൊ ആലോചിച്ചൊക്കെ എന്തോ ശക്തിയിലാണെന്ന് പറഞ്ഞത്. എന്നിട്ട് കിടക്കണ പാറകൾ വിളിക്കണേ. ആന്നേ, ഞാൻ കുട്ടീനെ അടുത്ത് വേഗം മേലേക്ക് കയറി. അപ്പോഴത്തേക്കും ഇത് പൊളിഞ്ഞിട്ടുണ്ടാവും. ഞാൻ അപ്പോഴത്തേക്കും ജ്യേഷ്ഠ മോനെ ഇതിൽ പെടും ചെയ്തു. ഞാൻ ആ പറമ്പത്ത് മേലേക്ക് കയറിയതുകൊണ്ട് 12 അടിയോളം താഴത്തെ റോഡായിരുന്നു. ഇപ്പൊ ഇവിടെ മേലെ 12 അടി മുകളിൽ കൂടി റോഡായി. ഈ അവസ്ഥയാ. അതെ 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 അതെ. ഇതിപ്പോ നമ്മള് പോണ ആരാനെ പറമ്പ് കൂടെ റോഡ് കൂടെ. അതെ 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 അല്ലേ? ഒരാള് വീട്, ഇതാണ് വീട് പണിതുകൊണ്ടിരുന്ന സ്ഥലം. അതന്നെ ഈ വീട് ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏകദേശം ഒരു 10-12 അടി മുകളിലാണ്. ആദ്യം ഉണ്ടായിരുന്ന റോഡിനേക്കാൾ 12 അടി മുകളിൽ നമ്മൾ നിൽക്കുന്നത്. ഇതിനേക്കാൾ ഒരു 10-15 അടി ഉയരത്തിലാണ് വെള്ളം ഒഴുകി വന്നത്. പാറേൻ്റെയൊക്കെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 20 അടിയോളം ഹൈറ്റ് ഉണ്ടാവും. പുഴയുടെ വീതി കണക്ക് പറഞ്ഞാലും അവിടെ നിന്നിട്ട് ഇവരെ ഈ കുന്നിങ്ങനെ കേറിയിട്ട് ഇത് റോഡല്ലേ, ഇതിനോട് നിങ്ങൾ ഇറങ്ങണം ആ പുഴയ്ക്ക്. ആ സൈഡാണ് ഇപ്പൊ ഒരേപോലെ നിരന്നൊഴുകുന്നു. നമ്മളിവിടെ ഒരു തറേൻ്റെ മുകളിൽ ഒരു വീടിൻ്റെ തറ വീടുണ്ടായിരുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്.
ഇവിടെ നിന്ന് ഏകദേശം ഇപ്പോൾ ഈ പുഴ ഒരു 30 അടി താഴത്ത് കൂടിയാണ്. ഈ വീട് വരെ എടുത്തു കൊണ്ടുപോകണമെങ്കിൽ ഇതിൻ്റെ ഉയരം ഏത് ആ മരല്ലേ, ഈ മരം പോയി, അതിൻ്റെ താഴെ മരമാണ് ആ കാണുന്നത്. ഈ മരം, ആ മരമാണ് കണ്ടോ, ആ സൈഡാണ് ആദ്യം ഉണ്ടായ സ്ഥലമാണ്. കൂടുതൽ വെള്ളത്തിലേ പോകുന്നല്ലേ, കൂടുതൽ വെള്ളത്തിലേ പോകുന്നത്. അതായത് ഇത് കുന്നാണല്ലോ, അത് താഴെ ആ വെള്ളം ചാടും. എത്ര ഐറ്റം ഉള്ളു ഇപ്പോൾ. അതാണ് ശരിക്കും സീതമ്മക്കുണ്ട്. അതാണ് നമ്മളെ കാണുന്ന ലാസ്റ്റ് ഭാഗം. ഇവിടെ എല്ലാം വീടുകളുണ്ടായിരുന്ന സ്ഥലമാണ്. പുഴ ഒഴുകേണ്ട സ്ഥലത്ത് കൂടി അല്ല ഇപ്പോൾ ഒഴുകുന്നത്. പുഴ ഒഴുകേണ്ടത് കുറേ മാറി അപ്പുറത്തെ സൈഡിൽ കൂടിയാണ്. പകരം പോകുന്നത് പഴയ വീടുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് കൂടിയാണ്. ഇത് തന്നെ ഏകദേശം ഒരു 30 അടി 40 അടിയെങ്കിലും ഉയരത്തിലുള്ള കുന്നായിരുന്നു. ഈ കുന്നിൻ്റെ മുകളിലായിരുന്നു വീടുകളുണ്ടായിരുന്നത്. ആ കുന്നപ്പാട ഒലിപ്പിച്ചത് ഈ പരുവത്തിലായി. എന്നിട്ടാണിപ്പം ദിശ മാറി. ഇതിപ്പോൾ നമ്മുടെ പഴയ ഇപ്പോൾ തന്നെ ഒഴുകി വീഴുന്ന പുഴയിൽ നിന്ന് 50 അടി ഉയരത്തിലാണിത്. ഈ വീടിൻ്റെ മുകളിൽ ഈ ചെളിയായത്. ഇപ്പോൾ ഇത് ഒഴുകിയ പാടാണ്. പുഴയ്ക്ക് വല്ലതും അറിയാനുണ്ടോ? ഇവിടെ കൂടി അല്ലായിരുന്നു ഒഴുകണ്ടെന്ന്. കിട്ടിയ വഴിയിലൂടെ ഇതാ ഒഴുകുക. യഥാർത്ഥ പുഴ അതാ കാണുന്ന മരത്തിൻ്റെ അടുത്താണ്. ആ മരം നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം 100-200 മീറ്റർ അപ്പുറത്താണ്. അവിടെ നിന്നൊരു 10-20 മീറ്റർ വീതിയെ ആ പുഴയ്ക്കുണ്ടായിരുന്നുള്ള കാരണം. ബാക്കിയുള്ള 150 മീറ്ററോളം ദൂരം ഇപ്പോൾ ഈ ഉരുളെടുത്ത് പോയതാണ്. ഇതൊരു വലിയ കുന്നായിരുന്നു. ആ കുന്നിൻ്റെ മുകളിലാണ് ഇപ്പോൾ കുറേ പാറക്കഷ്ണങ്ങൾ മാത്രം, ഉരുണ്ടു വന്ന കല്ല് മാത്രം. ഇവിടെയുള്ള മണ്ണും ഇവിടെ ഇരിക്കുന്ന വീടുകളും എല്ലാം പോയി. ഇതാ താഴെ ഭാഗത്ത് കുറച്ച് വീടുകൾ ചെറിയ രീതിയിൽ അവശേഷിച്ചു. ദിവസം വന്നപ്പോൾ ആ കുട്ടീനെ എന്നിട്ട് ഒരു ടീം കോഴിക്കോട് മെഡിക്കൽ കോളേജ് നോക്കിയിരുന്നു. അവരാറിട്ട് 3-ാമത്തെ ദിവസം പറഞ്ഞ് എൻ്റെ അച്ഛൻ്റെ പേര് മകേഷാണ്. ആണല്ലേ? ചേച്ചി നമ്മുടെ ചുണ്ടത്തെ അയൽവാസിയാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ 5 ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു നമ്മളെ കമ്പനിയുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ്. 2-3 ക്വാർട്ടേഴ്സിൽ ആളുണ്ടായിരുന്നു. ഒരു ക്വാർട്ടേഴ്സിൽ മുഴുവൻ ആളും പോയി, 7 ആളും പോയി. ഒരു ക്വാർട്ടേഴ്സിൽ 8 പോയി. ആ കാണുന്ന എന്റെ മണ്ണില്ലേ കൂന, അതെ അവിടെ ക്വാർട്ടേഴ്സുകളായിരുന്നു. ഓടിച്ച ക്വാർട്ടേഴ്സ് ആയിരുന്നു. അതെ റൈറ്റ്, നമ്മുടെ റൈറ്റ് ആയിരുന്നു ഗിരീഷ്. ഒരു 6-7 പേര് പോയി. അപ്പോൾ ആ ക്വാർട്ടേഴ്സുകളൊന്നും ആ ഭാഗത്തേ ഇല്ല. അങ്ങനെ സംഭവം ഈ പുറത്ത് ഞങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്കും അറിയില്ല. അതാണ് ഇവിടെ തന്നെ 4 വീടുണ്ടായിരുന്നു. ഇത് പഞ്ചായത്ത് റോഡാ. ഇത് പഞ്ചായത്ത് റോഡാ. കുഴി, ഈ കുഴി പഞ്ചായത്ത് റോഡാണ്. അതെ ഇവരെ വീടൊക്കെ പൊക്കത്താ. ഞങ്ങളുടെ വീട് പൊക്കത്താണ്. അങ്ങനെ വന്നില്ല. ആ കാണുന്ന വീടിൻ്റെ അപ്പുറത്തുകൂടിയാണ് പുഴ ശരിക്കും ഒഴുകേണ്ടതും ഒഴുകുന്നതും.
പക്ഷേ കയറി വന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കൂടി. ഇതാ സൂം ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ട് എന്തോരം. ഇപ്പോൾ മുഴുവൻ ഇപ്പോൾ നമ്മൾ കണ്ട കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഈ സാധനമൊക്കെ ഒഴുകി വന്നതെന്നുള്ള ആളുകളുടെ ഉയരവും പാറയുടെ ഉയരമുണ്ട്. ഇവിടെ റോഡ്, ഇതിൻ്റെ 2 സൈഡും വീടുകളായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ഇതിലേരുന്ന് പറയും. അത് ആ കാണുന്ന പാറ ഏകദേശം പറഞ്ഞാൽ അതിലാണ് പുഴ ഒഴുകേണ്ടത്. ഒഴുകിയത് ഇവിടെ കൂടി. ഒരു നടത്തം കണ്ടാൽ തന്നെ അറിയാം. ഇതാണ് നീതുവിൻ്റെ വീട്. നമ്മുടെ സ്കൂള്, ഈ സ്കൂളിൻ്റെ ഭിത്തിയാണ് ഇവിടെ. ബാക്കിയുള്ള ടൗണിനെ തടഞ്ഞു നിർത്തിയത്. ഇവിടെ മരങ്ങൾ വന്ന് ഇവിടെ അടിഞ്ഞു കൂടി. ഇത്രയും പൊക്കത്തിൽ ഇതെവിടെയാണ് മരം വന്ന് അടിഞ്ഞു കൂടി? ഇതാണ് ഇവിടെ വന്ന് അടിഞ്ഞ സാധനം. അതുകൊണ്ടാണ് ഈ റോഡിൽ കൂടി രക്ഷാപ്രവർത്തനത്തിന് പോലും എത്താൻ പറ്റാണ്ടിരുന്നത്. ഇത് മുഴുവൻ ഇത് കണ്ടോ, മീറ്ററുകളോളം ദൂരത്തിൽ മരം വന്ന് അടിഞ്ഞു പോയ സ്ഥലമായിരുന്നു. ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഒന്ന് പാസ് ചെയ്യാൻ തന്നെ പറ്റിയത്. സ്കൂള് ഒരു കെട്ടിടമാണ് ശരിക്കും തെരഞ്ഞെടുത്തത്. അതെ, ഇതിന് സ്കൂൾ ഗ്രൗണ്ട്, സ്കൂൾ കെട്ടിടം തന്നെയാണിത്. അതിൻ്റെ തൊട്ട് ഉയരത്തിൽ തന്നെ ഇവിടെ മണ്ണും ചെളിയും കല്ലും എല്ലാം അടിഞ്ഞു. എന്തായാലും ഇതുപോലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഇപ്പോൾ ഒന്നും അറിയാണ്ട് ഒഴുകണ കണ്ടില്ലേ? പാലം കടന്നിട്ട് വേണം മണ്ടക്കയിലേക്ക് പാസ് ചെയ്യാൻ. ചൂരൽമല ടൗൺ.